എക്കാർട്ട് ടോളയുടെ ദ പവർ ഓഫ് ലവ് എന്ന പുസ്തകത്തിൽ ചില കഥകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്ടിയുടെ മുകളിൽ നിന്നാണ് ഈ ഭിക്ഷക്കാരൻ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകളായി ഒരു സ്ഥലത്തിരിക്കുന്നു, അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരാൾ അന്വേഷിച്ചു, ഈ പെട്ടിക്കകത്ത് എന്താണ്? അദ്ദേഹം പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് പെട്ടിക്കകത്ത് നിറച്ച് സ്വർണ്ണക്കട്ടകളായിരുന്നു. സ്വർണ്ണക്കട്ടയിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഭിക്ഷ യാചിക്കുന്നത്. എന്താ തൻ്റെ കൈവശം ഉള്ളതെന്ന് അദ്ദേഹത്തിന് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരിക്കലും ഒരു സന്യാസി അടുക്കലൊരു കള്ളൻ, ഒരു മോഷ്ടാവ് കയറി കുറേ സാധനങ്ങളെല്ലാം മോഷ്ടിച്ച ശേഷം അദ്ദേഹം പോകാൻ ഒരുങ്ങുമ്പോൾ ഈ മോഷ്ടാവിനെ ഈ സന്യാസി പിടിക്കുകയാണ്. പിടിക്കപ്പെട്ടെന്ന് ബോധ്യമായി. ഇനി ജയിലിലോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോയി ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുമെന്ന് ഈ കള്ളന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി ചെയ്തത് ആ സ്വർണവും അല്ലെങ്കിൽ എന്താണോ മോഷ്ടിച്ചതെല്ലാം എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി സാധനം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് പോകാനായി സ്വതന്ത്രനായി പോകാൻ അനുവദിക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോഴാണ് കണ്ണു തുറക്കുന്നത്, താൻ എവിടെയാണ് ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം മനസ്സിലാകുന്നത്. അപ്പോൾ എക്കാർട്ട് ടോളയുടെ പവർ ഓഫ് ലവ് പുസ്തകത്തിൽ ഇന്നിൽ ജീവിക്കാൻ സാധിക്കുക, ഓരോ നിമിഷവും സന്തോഷിക്കുവാൻ സാധിക്കുക, ഈ നിമിഷം അങ്ങനെ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ താറാവിൻ കൂട്ടങ്ങളെല്ലാം ബഹളം ഉണ്ടാക്കുന്നുണ്ട്, പരസ്പരം ഫൈറ്റ് ചെയ്യും, വഴക്കുണ്ടാക്കും, അടിയെല്ലാം ഉണ്ടാക്കും. അതെല്ലാം കഴിഞ്ഞ ശേഷം ഈ താറാവുകളെല്ലാം സമൂഹമായ ചിറകുകളെ വീശിക്കൊണ്ട് തങ്ങളുടെ ആ എനർജിയെ, നെഗറ്റീവ് എനർജി എല്ലാം മാറ്റി വീണ്ടും പഴയപടി വന്ന് കൂട്ടത്തോടെ പോകുന്നതിൻ്റെ ചില ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, നാം ജീവിക്കുന്നത് ഇന്നിലാണോ അതെയോ പാസ്റ്റിൽ ജീവിക്കുകയാണോ അതെയോ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെട്ട് ചിന്തിക്കുകയാണോ? പാസ്റ്റിൽ ജീവിക്കുകയും ഫ്യൂച്ചറിൽ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് ജീവിക്കുന്നവർക്കാണ് സന്തോഷകരമായ, സമാധാനകരമായ, പ്രോസ്പെറസ് ആയ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകം പറയുന്നുണ്ട്, സൈലൻസ്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം സന്തോഷം നൽകുവാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നാം കേൾക്കുന്നുണ്ട്, ലിവ് ഇൻ ദിസ് മൊമെന്റ്, മൈൻഡ്ഫുൾനെസ്, പവർ ഓഫ് നൗ എന്നെല്ലാം. യെസ്റ്റർഡേ വാസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ് എന്നും പറയുന്നുണ്ട് അല്ലേ? എന്നാൽ ഇന്നിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുന്നത്? അതിനാണ് എപ്പോഴും പറയുന്നത് മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ. ഇതിലൂടെ ഇന്നിനെ കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. മെഡിറ്റേഷനിൽ ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബ്രത്തിങ് എക്സസൈസ്, ശ്വാസം. ഇന്നലത്തെ ശ്വാസമല്ല നാം ഇന്ന് വലിക്കുന്നത്, നാളെ വലിക്കുന്ന ശ്വാസവും ഇന്നത്തെയല്ല. ഈ ശ്വാസം തീർന്നാൽ നാം തീർന്നു. അതുകൊണ്ട് നമ്മിലേക്ക് തിരിഞ്ഞു നോട്ടം കൂടിയാണ് മെഡിറ്റേഷൻ എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ചെരുപ്പൊക്കെ തേഞ്ഞ് തീരുമ്പോൾ നാം ചെരുപ്പിനെയൊക്കെ വലിച്ചെറിയും. ചെരുപ്പ് തീർന്നു പോയി എന്ന് പറയും. പക്ഷെ ചെരുപ്പ് നമ്മെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അല്ല തേഞ്ഞ് തീർന്നത്, നിന്റെ ജീവിതത്തിന്റെ ഒരു മുഴമാണ് തേഞ്ഞ് തീർന്നിരിക്കുന്നതെന്ന്. ബർത്ത്ഡേ ഒക്കെ നാം ആഘോഷിക്കുമില്ലേ? നല്ലതായി ആഘോഷിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ മണ്ടത്തരം എന്താണുള്ളത്? എൻ്റെ ജീവിതത്തിന്റെ ഒരു വർഷം തീർന്നു പോയിരിക്കുകയാണ്. എന്നാൽ ഇത്രയും നാൾ ജീവിച്ചെന്ന സന്തോഷം തന്നെയാണ് നാം ബർത്ത്ഡേയിലൂടെ, ജന്മദിനങ്ങളിലൂടെ ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴും ഇന്നിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദ പവർ ഓഫ് ലവ് എന്ന പുസ്തകം നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. ഇന്നിൽ ജീവിക്കാൻ സാധിക്കുക. നാളെ എന്താകുമെന്ന് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇന്നലെ പറ്റിയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട്, വീഴ്ചകളെ കുറിച്ച് ഓർത്ത് കരഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ നാളത്തെ മാറ്റുവാനായി ഇന്ന് എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ചിന്തിക്കുന്നിടത്താണ് വിജയിക്കുവാൻ സാധിക്കുന്നത്. ഇത് ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയല്ലേ? അതുകൊണ്ടാണ് എക്കാർട്ട് ടോളയുടെ പവർ ഓഫ് ലവ് എന്ന പുസ്തകം ലോക പ്രശസ്തമാക്കുവാനായിട്ട് ഇടയായത്. പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക, ഫ്യൂച്ചറിലും ജീവിക്കാതിരിക്കുക, പ്രസന്റിൽ ജീവിക്കുക. നിങ്ങൾ പാസ്റ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഈഗോയുള്ള ആളാണെന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് എക്കാർട്ട് ടോള പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പെയിനും സഫറിങ്ങും കൊണ്ടുവരും. നിങ്ങളുടെ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം നിങ്ങളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇന്നിൽ ജീവിക്കുക. ഇന്നിൽ ജീവിക്കാൻ മെഡിറ്റേഷൻ ആവശ്യമാണ്. ഇന്നിൽ ജീവിക്കാൻ മൈൻഡ്ഫുൾനെസ് ആവശ്യമാണ്. ഇന്നിൽ ജീവിക്കാൻ സൈലൻസ് ആവശ്യമാണ്. സൈലൻസിലൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ശക്തി എന്താണ്? നിങ്ങളുടെ ഉൾവിളി എന്താണ്? നിങ്ങൾക്ക് നാളെ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇന്നിൽ ആക്ഷൻ ചെയ്യുമ്പോഴാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ജീവിതത്തിൽ വലിയ സുരക്ഷിതമാണ്.